ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്നേഹം കൊണ്ട് നിർമ്മിച്ച ചെറിയ ലോകമാണ് കുടുംബം. പരസ്പരം സ്നേഹിച്ച് ആ ലോകം സുന്ദരമാക്കുക. പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് തോറ്റുകൊടുക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാനും എൻ്റെ കുടുംബവും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. വീടിനടുത്തുള്ള ഒരു കടയിലാണ് പോകുന്നത്. Walking through the moonlight streets, lost in the serenity of the night. വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് പല വീഡിയോസിലും ഞാൻ ഉണ്ടാവാറില്ല. അവസാനം ഞാൻ ക്യാമറ അമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെയും തക്കുവിൻ്റെയും കൂടെ ഒരു വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഷോപ്പിലേക്ക് പോവാണ്. നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളതുകൊണ്ട് വണ്ടി എടുത്തിട്ടില്ല. Even though our child has grown up a little, she still feels like our little one. എൻ്റെ കൈയൊക്കെ വിട്ടിട്ടേ അവൾ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പം എൻ്റെ നെഞ്ചിങ്ങനെ കിടന്ന് പടപട ഇടിക്കും. എന്താണെന്നറിയില്ല. എപ്പോഴും വിചാരിക്കും അവളെ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയണം, അവൾ അങ്ങനെ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ എന്നാലും ടെൻഷനാണ്. മനസ്സ് പറയും, പക്ഷെ ബുദ്ധി വേറെ ആയിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമാണ് എപ്പോഴും സംഭവിക്കുന്നത്. കരാമ സെൻറ്ററിലാണ് പോയത്. അവിടുന്ന് എനിക്ക് 2-3 പാൻറ്റും ടീഷർട്ടും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. അലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് വേപ്പ്. വേപ്പ് പൂത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ വീഡിയോ കാണുന്നതല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയും നമ്മൾ വീട്ടിലേക്ക് ഗ്രോസറി ഐറ്റംസ് കുറച്ച് വാങ്ങാനുണ്ട്. അത് വാങ്ങാൻ വേണ്ടി പോവാണ്. അതിന് ലുലുലോട്ടാണ് കേട്ടോ യാത്ര. ബിൽഡിങ്ങിൽ തിരിച്ചു വന്നിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ലുലുവിലേക്ക് പോയി. ജോലി കഴിഞ്ഞ് എത്ര ക്ഷീണിച്ച് വന്നാലും ഉണ്ടല്ലോ, കുടുംബമായിട്ടുള്ള യാത്ര ഒരിക്കലും നമുക്ക് മടുക്കില്ല. ലുലുവിൽ എത്തിക്കഴിഞ്ഞാൽ തക്കു ആദ്യം പോകുന്നത് ബുക്സിൻ്റെ ഏരിയയിലേക്കാണ്. അതവൾ ഗുളിക കഴിക്കുന്ന പോലെ അത് അവളുടെ ഒരു റൊട്ടീനായിട്ട് മാറിയേക്കുവാണ്. അവൾക്ക് റീഡിങ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെയല്ലേ പറയുന്നത്. നമുക്കില്ലാത്ത ശീലം നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് വിട്ടേരെ. ഇപ്പം കണ്ട സാധനം കണ്ടോ, കോക്കനട്ട് സ്ക്രാപ്പർ. ഞാനത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുത്തത്. പണ്ടത്തെ അമ്മമാർ ചിരവയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ടെക്നോളജിയൊക്കെ വന്ന് എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ ഉലുവയും പിന്നെ ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ലുലുന്ന് ഇറങ്ങിയപ്പം എല്ലാവരുടെ കയ്യിലും റിയോയുടെ ബലൂൺ ഇരിക്കുന്നത് കണ്ടു. അപ്പം പിന്നെ വെറും കയ്യിലോട്ട് പോകണ്ട. ഞാൻ തിരിച്ച് ലുലുവിനകത്തുള്ള ഷോപ്പാണ്, റിയോയുടെ ഷോപ്പിൽ വന്ന് ഒരു ബലൂൺ കുഞ്ഞിന് വാങ്ങിച്ച് അവളുടെ കൈ കൊടുത്തു. ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വൺ ഡേ ആ ഒരു മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. കിട്ടുന്ന സമയം കുറച്ച് നേരം അത് വെച്ച് കളിക്കും. പക്ഷേ എന്നാലും കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം നമുക്കും കൂടെ സന്തോഷം തരുന്നതായിരിക്കുമല്ലോ. ആഹാരവും സ്നേഹവും ഒരുപോലെയാണ്. ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുമ്പോഴേ രണ്ടിനും സ്വാദുണ്ടാവും. ഞങ്ങളിതാ ലുലുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനും തക്കും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. ചെറിയൊരു ഇൻഫർമേഷൻ തരാം. ലേറ്റ് നൈറ്റ് ഫുഡ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പക്ഷേ വേറെ വഴിയില്ല, പർച്ചേസ് കഴിഞ്ഞപ്പോൾ ലേറ്റായിപ്പോയി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.